മമ്മി ഇന്നൊരു ക്യാരറ്റ് അച്ചാർ ഇടാൻ വേണ്ടിയിട്ട് കാര്യങ്ങളെല്ലാം സെറ്റാക്കിക്കൊണ്ടിരിക്കുകയാണ്. ക്യാരറ്റ് ഇങ്ങനെ ചെറിയതായിട്ട് മെഴുക്ക് പുരട്ടിക്കൊക്കെ അരിയുന്നത് പോലെ അരിയുക. തീരെ അങ്ങ് കട്ടി കുറഞ്ഞു പോവല്ലേ, ഇച്ചിരി കട്ടിക്ക് അരിയണേ. പണ്ട് പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അവധിയൊക്കെ കഴിഞ്ഞ് തിരിച്ച് കോളേജിലേക്ക് പോകുമ്പം ഹോസ്റ്റലിൽ ഫുഡിനൊപ്പം കഴിക്കാൻ പലതരം അച്ചാർ ഞങ്ങൾക്ക് തന്നു വിടുമായിരുന്നു കേട്ടോ മമ്മിയെ. അതിൽ ഞങ്ങളുടെ ഫേവറേറ്റ് ആയിരുന്നു ഈ പാവയ്ക്കായും ക്യാരറ്റും അച്ചാർ. ഈ ക്യാരറ്റിനൊപ്പം പാവയ്ക്കായും കൂടി ഇതേപോലെ നീളത്തിൽ കീറിയിടുവാണെങ്കിൽ ഒരു വേറെ ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. ഇന്ന് നമുക്ക് പാവയ്ക്ക കിട്ടിയില്ല, അതുകൊണ്ടാണ് ക്യാരറ്റ് മാത്രം ഇട്ട് റെഡിയാക്കുന്നത്. അപ്പോൾ നമ്മൾ ഒത്തിരി ഒന്നും ഇതുണ്ടാക്കുന്നില്ല, ചെറിയൊരു ക്വാണ്ടിറ്റി ഉണ്ടാക്കുന്നുള്ളൂ. അപ്പം അതിനനുസരിച്ചുള്ള സാധനങ്ങളാണ്. ഇപ്പം കുറേ നിങ്ങൾ ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ അകത്ത് നിങ്ങൾ വിനാഗിരി ചേർക്കണം. ഞങ്ങളിത് പെട്ടെന്ന് തീരുമെന്നുള്ളത് കൊണ്ട് വിനാഗിരിക്ക് പകരം മമ്മി ഒരു സീക്രട്ട് ഇൻഗ്രീഡിയൻ്റ് ആണ് കേട്ടോ ചേർത്തേക്കുന്നത്. അപ്പോൾ ആ വിനാഗിരി ഒഴിക്കുമ്പോൾ ഉള്ള പുളിയും കാര്യങ്ങളും എല്ലാം അതേപോലെ കിട്ടും. അപ്പോൾ വിനാഗിരിക്ക് പകരക്കാരനായിട്ട് നമ്മളിവിടെ ഉപയോഗിക്കുന്നത് നമ്മുടെ പിഴുപുളിയില്ലേ, ഒരു ചെറിയ കഷ്ണം പിഴുപുളി എടുത്ത് ഒന്ന് പിഴിഞ്ഞ് അതിൻ്റെ ചാറ് അതിൻ്റെ അകത്തോട്ട് ഒഴിക്കുകയാണ് കേട്ടോ. ഒത്തിരി വെള്ളം കൂടി പോകല്. ഇത് കുറച്ച് ദിവസത്തേക്കിന് മാത്രം ഉപയോഗിക്കാനാണെങ്കിൽ ഇങ്ങനെ ഉപയോഗിക്കാവൂ. കൂടുതലായിട്ട് ഉണ്ടാക്കുവാണെങ്കിൽ വിനാഗിരി തന്നെ ചേർക്കണം, അഴുക്കാകാണ്ടിരിക്കാൻ വേണ്ടിയിട്ട്. അതിന് ശേഷം നമ്മൾ മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്, പിന്നെ ഉലുവാപ്പൊടി ചേർത്തിട്ടുണ്ട്. ഇഞ്ചിയും വെളുത്തുള്ളിയും കറിവേപ്പിലയും പച്ചമുളകും ഒക്കെ ഒരുപാടങ്ങ് മൂത്ത് പോയാൽ ആ അച്ചാറിൻ്റെ ടേസ്റ്റേ അങ്ങ് മാറിപ്പോകുമേ. അപ്പോൾ അതിൻ്റെ പരുവത്തിനുള്ളൊരു മൂപ്പ് എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ. ആ സമയം ആകുമ്പോഴത്തേക്കിന് നമ്മൾ ഒന്ന് തീയൊക്കെ ഒന്ന് കുറച്ച് കൊടുക്കുക. ഉപ്പ് ചേർത്തിട്ടുണ്ട്, പിന്നെ കായപ്പൊടിയാണ് കേട്ടോ, അതും അതിൻ്റെ പരുവത്തിനും ആവശ്യത്തിനും വേണ്ടത് ചേർത്ത് കൊടുക്കുക. പിന്നെ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ക്യാരറ്റ് അതിനകത്തോട്ട് ചേർത്ത് കൊടുക്കണേ. അതിന് ശേഷം നന്നായിട്ട് ഒന്ന് ഇളക്കി അതെല്ലാം കൂടെ ഒന്ന് യോജിപ്പിക്കണേ. ഒന്ന് ചൂടായി കഴിയുമ്പം തന്നെ നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്ത് ഇതങ്ങോട്ട് മാറ്റി വെക്കാം. അധികം വഴന്നു പോയാൽ ഇതിൻ്റെ ടേസ്റ്റേ മാറിപ്പോകും. അതിന് ശേഷം നമുക്ക് ചൂടാറി കഴിയുമ്പോൾ ഒരു കുപ്പിയിലേക്ക് ഇത് മാറ്റി വെക്കാവുന്നതാണ്. പുളി പിഴിഞ്ഞത് വിനാഗിരിക്ക് പകരക്കാരനാകുമോ എന്ന് ചോദിച്ചാൽ എനിക്ക് അറിഞ്ഞുകൂടാ കേട്ടോ. പക്ഷേ ഞങ്ങൾ ഉണ്ടാക്കിയത് എന്നാണേലും സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു. അപ്പം ഞങ്ങളിത് ഉണ്ടാക്കിയപ്പോൾ തന്നെ എല്ലാവരും ഇടയ്ക്കിടയ്ക്ക് എടുത്ത് കഴിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ഇതിൻ്റെ മെയിൻ കാര്യമെന്ന് പറഞ്ഞാൽ ക്യാരറ്റ് വെന്തു പോകാൻ പാടില്ല. ഒന്ന് തീ കയറുമ്പോഴേ ഓഫ് ചെയ്യുക, അത്രയേ ഉള്ളൂ കാര്യം. മമ്മി നല്ല എയർ ടൈറ്റുള്ള കുപ്പിയിൽ അടച്ച് ഉറപ്പായിട്ട് വെക്കുകയാണ് കേട്ടോ. അപ്പം ഇതാണ് നമ്മുടെ ക്യാരറ്റ് അച്ചാർ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയ ഒരു അച്ചാറാണ്.